Hello, I hope you are keeping up with the day-to-day English practice. ഇന്നത്തെ day-to-day ഇംഗ്ലീഷിലൂടെ നമുക്ക് will not ഉപയോഗിച്ചുള്ളതായ സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. അതിനു മുമ്പായി day-to-day ഇംഗ്ലീഷിലുള്ള വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ഓർ കമന്റ് ചെയ്ത് എന്നെ അറിയിക്കുമല്ലോ. ഞാൻ എല്ലാവരുടെ ലൈക്ക് ഓർ കമന്റ്സിനായി വെയിറ്റ് ചെയ്യുന്നു. സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് day-to-day ഇംഗ്ലീഷ് ചാനലിനെ സപ്പോർട്ടും ചെയ്യുമല്ലോ. ഓക്കെ, ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഭാവി കാലത്തിലേക്കുള്ള വഴികാട്ടിയായി നിന്ന വില്ലിനെ വില്ലോട്ടാക്കി മാറ്റി നമുക്ക് പോവില്ല, എടുക്കില്ല, കാണില്ല, കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. വിൽ നോട്ട് എന്നതിനെ നമുക്ക് വോണ്ട് എന്ന ചുരുക്കത്തിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. വിൽ നോട്ട്, വോണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ചുരുക്കത്തിൽ പ്രാക്ടീസ് ചെയ്യാം. എന്നാൽ നമുക്ക് സെന്റൻസിലേക്ക് പോകാം. ഞാൻ അവനെ ക്ഷണിക്കില്ല. ഞാൻ അവനെ ക്ഷണിക്കില്ല. I won't invite him. I won't invite him. അവൾ ഇവിടെ വരില്ല. She won't come here. She won't come here. അവൾ നിനക്ക് വേണ്ടി കാത്തിരിക്കില്ല. She won't wait for you. She won't wait for you. ഞാൻ ഇത് ഒരിക്കലും മറക്കില്ല. I will never forget this. I will never forget this. ഇവിടെ ഒരു സംശയം വന്നല്ലേ, ഇവിടെ എവിടെയാ വോണ്ട് എന്നുള്ളത് വിൽ നോട്ട് എന്ന് ചേർത്തത് എന്ന് അല്ലെ? ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, നെവർ, നോബഡി, നോ വൺ, നൺ, നത്തിങ് എന്നീ വാക്കുകളോട് കൂടെ ചേർന്ന് വില്ല് മാത്രം മതി. വിൽ നോട്ട് നമുക്ക് ആവശ്യമില്ല. കാരണം അതിലൊരു നോ ഒളിച്ചിരിപ്പുണ്ടല്ലോ. അതുകൊണ്ട് വീണ്ടും നമ്മൾ ആ നോയുടെ കൂടെ വീണ്ടും ഒരു നോയുടെ ആവശ്യമില്ലല്ലോ. വിൽ നോട്ട് അല്ലെങ്കിൽ വോണ്ട് എന്നതിന്റെ ആവശ്യമില്ലല്ലോ. അതിനാല് നെവർ, നോബഡി, നോ വൺ, നൺ, നത്തിങ് എന്നീ വാക്കുകൾ വരുമ്പോൾ നമ്മൾ വിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അടുത്ത സെന്റൻസ്, ഒന്നും സംഭവിക്കില്ല. അതെങ്ങനെ പറയാം? നത്തിങ് വിൽ ഹാപ്പൻ. നത്തിങ് വിൽ ഹാപ്പൻ. ആരും അത് വിശ്വസിക്കില്ല. അതെങ്ങനെ പറയാം? നോ വൺ വിൽ ബിലീവ് ഇറ്റ്. നോ വൺ വിൽ ബിലീവ് ഇറ്റ്. പോകുമോ, കാണുമോ, കിട്ടുമോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വില്ലിനെ നമുക്ക് സബ്ജക്റ്റിന് മുമ്പേ ചേർത്താൽ മതി. അതുപോലെ തന്നെ പോകില്ലേ, കാണില്ലേ, കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വോണ്ടിനെ നമുക്ക് ചേർത്താൽ മതി. ഫോർ എക്സാമ്പിൾ, നിനക്കത് കിട്ടുമോ? വിൽ യു ഗെറ്റ് ഇറ്റ്? വിൽ യു ഗെറ്റ് ഇറ്റ്? നിനക്കത് കിട്ടുകയില്ലേ? വോണ്ട് യു ഗെറ്റ് ഇറ്റ്? വോണ്ട് യു ഗെറ്റ് ഇറ്റ്? നീ ഇവിടെ കൃത്യസമയത്ത് വരുമോ? വിൽ യു കം ഹിയർ ഓൺ ടൈം? വിൽ യു കം ഹിയർ ഓൺ ടൈം? നീ ഇന്ന് രാത്രി എപ്പോൾ ഉറങ്ങും? വെൻ വിൽ യു സ്ലീപ് ടുനൈറ്റ്? വെൻ വിൽ യു സ്ലീപ് ടുനൈറ്റ്? നീ എപ്പോൾ വരും? വെൻ വിൽ യു കം? വെൻ വിൽ യു കം? നീ എങ്ങനെ അവിടെ എത്തും? ഹൗ വിൽ യു റീച്ച് ദെയർ? ഹൗ വിൽ യു റീച്ച് ദെയർ? നീ കാർ വാങ്ങില്ലേ? വോണ്ട് യു ബൈ ദ കാർ? വോണ്ട് യു ബൈ ദ കാർ? നീ എപ്പോൾ കാർ വാങ്ങും? വെൻ വിൽ യു ബൈ ദ കാർ? വെൻ വിൽ യു ബൈ ദ കാർ? നീ അത് എങ്ങനെ ചെയ്യും? ഹൗ വിൽ യു ഡു ഇറ്റ്? ഹൗ വിൽ യു ഡു ഇറ്റ്? നീ എന്ത് ചെയ്യും? വാട്ട് വിൽ യു ഡു? വാട്ട് വിൽ യു ഡു? എങ്ങനെയുണ്ട്? ഈസി അല്ലേ? ഇനി ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഐ, വി എന്നിവ സബ്ജക്റ്റായി വരുന്ന ചോദ്യങ്ങളില് വിൽ ഉപയോഗിക്കുന്നത് ശരിയല്ല. അതിനു പകരം ഷാൾ എന്ന് ഉപയോഗിക്കണം. ഷാൾ എന്ന് ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്ത് ചെയ്യും? വാട്ട് ഷാൾ വി ഡു? വാട്ട് ഷാൾ വി ഡു? ഞാൻ എന്ത് ചെയ്യും? വാട്ട് ഷാൾ ഐ ഡു? വാട്ട് ഷാൾ ഐ ഡു? നമ്മൾ എവിടെ പോകും? വേർ ഷാൾ വി ഗോ? വേർ ഷാൾ വി ഗോ? എനിക്കത് എപ്പോൾ കിട്ടും? വെൻ ഷാൾ ഐ ഗെറ്റ് ഇറ്റ്? വെൻ ഷാൾ ഐ ഗെറ്റ് ഇറ്റ്? ഞാൻ നിന്നെ എവിടെ വെച്ച് കാണും? വേർ ഷാൾ ഐ മീറ്റ് യു? വേർ ഷാൾ ഐ മീറ്റ് യു? വേർ ഷാൾ ഐ മീറ്റ് യു? മനസ്സിലായില്ലേ? ഷാളിനെ കുറിച്ചുള്ള പഴയ ഗ്രാമ നിയമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നിലവിലില്ല. മോഡേൺ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഷാളിന് പകരം മിക്കപ്പോഴും എല്ലാവരും വില്ല് മാത്രമേ പൊതുവേ ഉപയോഗിക്കാറുള്ളൂ. ചുരുക്കം ചില സന്ദർഭങ്ങൾ ഒഴികെ എല്ലാം ഷാളിന് പകരം വില്ല് മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഷാൾ ഐ, ഷാൽ ബി എന്നീ ചോദ്യപ്രയോഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സജഷൻ, ഓഫർ, പെർമിഷൻ എന്നിവ കാണിക്കാവുന്നതാണ്. ഷാലിനോടൊപ്പം ഇവിടെ ഐ അല്ലെങ്കിൽ വി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഷൽ ഐ കം ഇൻ? ഷൽ ഐ കം ഇൻ? ഞാൻ അകത്തോട്ട് വന്നോട്ടെ? ഷൽ ഐ കം ഇൻ? ഞാൻ അകത്തോട്ട് വന്നോട്ടെ? ഞങ്ങൾ വീട്ടിൽ പോയിക്കോട്ടെ? ഷാൽ വി ഗോ ഹോം? ഷാൽ വി ഗോ ഹോം? ഞാൻ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചോട്ടെ? ഷൽ ഐ യൂസ് യുവർ ഫോൺ? Shall I use your phone? ധാരാളം പണം ഉണ്ടായിരിക്കും.
They will have a lot of money. They will have a lot of money. നിനക്ക് ഉത്തരവാദിത്തമുണ്ടായിരിക്കും. You will have the responsibility. You will have the responsibility. അവൾക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരിക്കും. She will have duty today. She will have duty today. അവൻ ആ ബിസിനസ്സിൽ പങ്കാളിത്തമുണ്ടായിരിക്കും. He will have partnership in that business. He will have partnership in that business. ബുധനാഴ്ച നിനക്കൊരു അവധി ഉണ്ടായിരിക്കും. You will have a holiday on Wednesday. You will have a holiday on Wednesday. ഉച്ച കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും. He will have a meeting in the afternoon. He will have a meeting in the afternoon. അവർക്ക് നാളെ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരിക്കും. They will have a presentation tomorrow. They will have a presentation tomorrow. അവൾക്ക് ഡോക്ടറുമായി ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരിക്കും. She will have an appointment with the doctor. She will have an appointment with the doctor. പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഒരു ചർച്ച നമുക്കുണ്ടായിരിക്കും. We will have a discussion about the project. We will have a discussion about the project. തിങ്കളാഴ്ച അവനൊരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. He will have an interview on Monday. He will have an interview on Monday. ഇന്ന് വൈകുന്നേരം എനിക്കൊരു ഫോൺ കോൾ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. I will have a phone call this evening. I will have a phone call this evening. രാവിലെ എനിക്കൊരു കോൺഫറൻസ് കോൾ ഉണ്ടാകും. I will have a conference call in the morning. I will have a conference call in the morning. അടുത്ത ആഴ്ച അവന് പരീക്ഷ ഉണ്ടായിരിക്കും. He will have an exam next week. He will have an exam next week. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ പ്രാക്ടീസ് ചെയ്ത വിൽ ബി ഉപയോഗിച്ചുള്ള സെന്റൻസുകൾ വീണ്ടും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. തുടർന്ന് ഇന്ന് നാം പ്രാക്ടീസ് ചെയ്ത വിൽ ഹാവ് ഉപയോഗിച്ചുള്ള സെന്റൻസുകളും വിൽ ബി ഉപയോഗിച്ചുള്ള സെന്റൻസുകൾ ഉറക്കെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യുമല്ലോ. ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കുക എന്നർത്ഥം. വിൽ ബി ആയിരിക്കും. വിൽ ബി ആയിരിക്കും. അതൊരു പ്രശ്നമായിരിക്കും. അതെങ്ങനെ വിൽ ബി കൂട്ടി പറയാം? അതൊരു പ്രശ്നമായിരിക്കും. ഇറ്റ് വിൽ ബി എ പ്രോബ്ലം. ഇറ്റ് വിൽ ബി എ പ്രോബ്ലം. ഇറ്റ് വിൽ ബി എ പ്രോബ്ലം. അവൻ അവിടെ ആയിരിക്കും. അവൻ അവിടെ ഉണ്ടായിരിക്കും എന്നർത്ഥം. അവൻ അവിടെ ആയിരിക്കും അല്ലെങ്കിൽ ഉണ്ടായിരിക്കും എന്നർത്ഥം. ഹി വിൽ ബി ദെയർ. ഹി വിൽ ബി ദെയർ. നാളെ അവധി ആയിരിക്കും. ടുമോറോ വിൽ ബി എ ഹോളിഡേ. ടുമോറോ വിൽ ബി എ ഹോളിഡേ. ഞാൻ വീട്ടിലുണ്ടാകും. I will be at home. I will be at home. അവൾ ജോലിയിലായിരിക്കും. She will be at work. She will be at work. അവർ സ്കൂളിലായിരിക്കും. They will be at school. They will be at school. അവൻ ക്ലാസ്സിലുണ്ടാകും. He will be in class. He will be in class. ഞങ്ങൾ പ്രാക്ടീസിലായിരിക്കും. We will be at practice. We will be at practice. അത് ഉച്ചയ്ക്കായിരിക്കും. It will be in the afternoon. It will be in the afternoon. അവൾ സുഹൃത്തുക്കളോടൊപ്പമായിരിക്കും. She will be with friends. She will be with friends. അവർ പ്രാക്ടീസിൽ ആയിരിക്കും. They will be at practice. They will be at practice. ഞാൻ ജിമ്മിലായിരിക്കും. I will be at gym. I will be at gym. അവൾ മീറ്റിംഗിൽ ഉണ്ടാകും. She will be at meeting. She will be at meeting. അവർ കാറിലായിരിക്കും. They will be in car. They will be in car. ഞങ്ങൾ ബീച്ചിൽ ആയിരിക്കും. We will be at beach. We will be at beach. അത് പാർക്കിലായിരിക്കും. It will be at park. It will be at park. അവൾ മ്യൂസിയത്തിലായിരിക്കും. She will be at museum. She will be at museum. ഞാൻ പരിപാടിയിൽ ഉണ്ടാകും. I will be at event. I will be at event. അവൾ പാർട്ടിയിൽ ഉണ്ടാകും. She will be at party. She will be at party. അവൻ ഓഫീസിലായിരിക്കും. He will be in the office. He will be in the office. അവൾ വീട്ടിലായിരിക്കും.
She will be at home. She will be at home. അവൻ ക്ലാസ്സിൽ ഉണ്ടാകും. He will be in class. He will be in class. അവൾ ഹോട്ടലിൽ ആയിരിക്കും. She will be at hotel. She will be at hotel. ഞാൻ കടയിൽ ഉണ്ടാകും. I will be at store. I will be at store. എങ്ങനെയുണ്ട്? വളരെ എളുപ്പമല്ലേ? ഇനി നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ പ്രാക്ടീസ് ചെയ്ത will ഉപയോഗിച്ചുള്ള സെന്റൻസുകളും ഇന്ന് നാം മനസ്സിലാക്കിയ will be ഉപയോഗിച്ചുള്ളതായ സെന്റൻസുകളും ഒരുമിച്ച് ഉറക്കെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ? ഞാൻ കഴിക്കും. I will eat. I will eat. അവൾ ഓടും. She will run. She will run. ഞങ്ങൾ കളിക്കും. We will play. We will play. അവൻ ഉറങ്ങും. He will sleep. He will sleep. അവൻ നൃത്തം ചെയ്യും. They will dance. They will dance. ഞാൻ വായിക്കും. I will read. I will read. അവൾ പാടും. She will sing. She will sing. ഞങ്ങൾ ചിരിക്കും. We will laugh. We will laugh. അവൻ ചാടും. He will jump. He will jump. അവർ പഠിക്കും. They will learn. They will learn. ഞാൻ എഴുതും. I will write. I will write. അവൾ വരയ്ക്കും. She will draw. She will draw. ഞങ്ങൾ നടക്കും. We will walk. We will walk. അവൻ സംസാരിക്കും. He will talk. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡേ ടു ഡേ ഇംഗ്ലീഷിലൂടെയുള്ള എല്ലാ സെന്റൻസുകളും നന്നായി മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുക. തന്നിരിക്കുന്ന എല്ലാ പ്രയോഗങ്ങൾ അഥവാ ആശയങ്ങളും വെച്ച് പുതിയ സെന്റൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും പറഞ്ഞു പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. So thanks for watching this video. We will meet again in our next video. May God bless you.